പൂവേ, ഞാൻ ഇറങ്ങാട്ടോ. ഇക്ക പോവാൻ ഇറങ്ങിയോ? പോട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട് നിങ്ങക്ക്? എന്ത് കാര്യ പൂവിയെ? നല്ല കഥ. എന്ത് കാര്യം? അതെ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഉമ്മാക്ക് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്തോ ഒന്നുണ്ട്. എന്തായാലും കണ്ടുപിടിക്കണം. ഓള് തുടങ്ങണ്ട. എനിക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഉമ്മാനെ പറ്റി അങ്ങനെ ഒന്നും പറയണ്ടട്ടോ. എനിക്കറിയാം എന്റെ ഉമ്മാനെ. നിങ്ങളോട് എന്ത് പറഞ്ഞാലും ഇങ്ങനെയാണല്ലോ പറയാം. ഞാൻ നിങ്ങളെ ഉമ്മാനെ മോശക്കാരിയാക്കാൻ വേണ്ടിട്ട് ഓരോന്ന് പറയല്ല. ഞാൻ ഇത്രയും ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്നാണ്ട് ഓരോന്ന് കാണും കേൾക്കും ചെയ്യും. ഞാൻ പൊട്ടത്തിയൊന്നും അല്ല. ഇതൊന്നും മനസ്സിലാകാതൊക്കെ വേണ്ടിട്ട്. ഞാൻ ഈ പണിക്ക് പോണ നേരത്തെ തന്നെ വേണം ഓക്ക് ഓരോന്ന് ഒലുത്താന്. അല്ലെങ്കിൽ തന്നെ വെച്ചത് നേരം വേഗം ചെയ്തിരിക്കും. ഞാൻ പോകുക. എനിക്ക് വേറൊത്ത് പറയാനില്ലല്ലോ. ഞാൻ പറഞ്ഞത് പറ്റിയില്ലപ്പോ. ഞാൻ ഇപ്പൊ എന്താ ചെയ്ത്? എനിക്ക് തോന്നിയ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആരും വിശ്വസിക്കണ്ട. എന്തായാലും ഇത് ഞാൻ കണ്ടുപിടിക്കും. ഇത് ഞാൻ തെളിയിക്കും. എന്താന്നുള്ളത് അറിയണല്ലോ. നമ്മൾ പൊട്ടന്മാരൊന്നല്ലല്ലോ. ഉമ്മാന്റെ ഫോണാണല്ലോ. ഉമ്മ കുളിക്കാണ്. എവിടേക്കോ പോകാനുള്ള ഒരുക്കാണ്. അതാണ് ഈ നേരത്തൊക്കെ നോക്കൂ. എന്തായാലും നോക്കട്ടെ. മെസ്സേജ് ഒക്കെ വന്നെടുക്കുന്നുണ്ട്. ഇതെന്തോ ഒരു ചുറ്റിക്കളി എങ്ങനെയാണ്. ഇന്ന് വരുമോ? ഞാൻ കാത്തിരിക്കും. വിചാരിച്ച എങ്ങനെയാണ് കാര്യം? എന്തായാലും എന്റെ ഫോണൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടാം. എന്തായാലും ഈ കളി ഞാൻ പോയി എന്താണെന്ന് അറിയണല്ലത്. ഞാൻ എന്തായാലും വരും. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്ങാണ്ട് പോരണല്ലോ. ഞാൻ ആഴ്ചയിൽ വരുന്നതല്ല. അതേ മയക്ക് തന്നെ വരും ഞാന്. അപ്പൊ മരുവോളുണ്ട് ഇവിടെ. ഓളെടുത്തുനിന്ന് എന്തെങ്കിലും പറഞ്ഞെങ്ങാണ്ട് ഇവിടുന്ന് ഇറങ്ങി പോരണം. അതിനും വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോഴത്തെ പറയാ ബാങ്കിക്ക് എന്തെങ്കിലും പോകാന്ന് പറഞ്ഞെങ്ങാണ്ടേ ഇറങ്ങണം. എന്തായാലും പെൻഷന്റെ കായ് കിട്ടാനും കാട്ടാനൊക്കെ ഉണ്ട്. അതിന്റെ എത്തിനെങ്കിലാന്നൊക്കെ പറയാ. അങ്ങനൊക്കെ കരുതീനു. നല്ല മഴ വരുന്നുണ്ട്. ഉണങ്ങി കിട്ടിയ തന്നെ ഭാഗ്യം. ഫോണിലാണല്ലോ. ഞാനേ എന്നെ വിളിച്ചോട്ടോ. ഞാൻ വരുമ്പോ വിളിച്ചേക്കാട്ടെ. എന്തെങ്കിലും ചെയ്യാൻ എന്റെ പരിയോട് വരുന്നുണ്ട്. ഞാൻ വെക്കാട്ടോ. ആരമ്മ ഫോണില്? അതിന്റെ പഴയ ഒരു ചെങ്ങാഴ്ചേനി. കൊറേ കാലായി ഓളിങ്ക് വിളിച്ചിട്ടും കാട്ടിയിട്ടൊക്കെ. അതിൽ ഓക്ക് ഇപ്പോഴാണല്ലോ എന്റെ നമ്പർ കിട്ടിയത്. ആരടുത്തുനിന്നോ വാങ്ങിങ്ങാണ്ട്. അതിൽ ഓള് ഇങ്ങോട്ട് വിളിച്ചിങ്ങാണ്ട് വിശേഷം പറഞ്ഞിട്ട് തീരണ്ട എത്ര കാലത്തതുണ്ട്. എപ്പോഴും തീർന്നിട്ടില്ല. അങ്ങനെയാണ്ട് വെച്ചിക്കേനി. എന്നാ നിങ്ങൾ സംസാരിച്ചോളി, ഞാൻ പോയി തരാം. എനിക്ക് ഏതായാലും മടക്കി വെക്കാനൊക്കെ ഉണ്ട്. ഓക്ക് എന്തോ ഒരിത് തോന്നിക്കണെന്നാ തോന്നണ പോയിക്ക്. ആകെ ഒരു ഈസലായല്ലോ. എത്തപ്പോൾ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞത്? എന്തെങ്കിലും ആയിക്കോട്ടെ. വേഗം പോയി വരാൻ നോക്കട്ടെ. ഒന്ന് പോകണമെങ്കിൽ ആരൊക്കെ കണ്ണു വെട്ടിച്ച് പോകണപ്പത്? എന്തെങ്കിലും ആയിക്കോട്ടെ. ഏതായാലും വേഗം പോകാൻ നോക്കട്ടെ. പൂവിയുണ്ട്. പൂവിയേ, പൂവിയേ. അമ്മ പൂവിയെ, ഞാനേ ബാങ്കിലൊന്ന് പോയി വരട്ടോ. ആ പെൻഷന്റെ കായ് എടുക്കും വേണം. അതവിടെ വന്നു എന്നൊക്കെ പറഞ്ഞിനി. ഒന്ന് പോയോക്കട്ടെ എന്താ ഇരിക്കണെന്നുള്ളത്. നമ്മളിപ്പോ പോകാറിഞ്ഞാലിപ്പോ ശരിയാകൂലല്ലോ. പിന്നാണെങ്കിൽ കുഞ്ഞുട്ടിനെ എങ്ങനെ കാത്തുനിന്നിട്ട് എത്താ കാര്യം? ഓനും പണിക്കും അതിനും പോകണ്ടേ. ഞാൻ ഏതായാലും പോയി കണ്ട് വരാം. ഇജ്ജ് ഏതായാലും ഇവിടെ ഉണ്ടല്ലോ. ഞാൻ എളുപ്പം വരട്ടോ. എന്നാ നിങ്ങൾ പോയി വരി. കുറ്റിട്ടോട്ടോ. എന്തായാലും കൂടെ പോകണം. ഈ ആഴ്ചയിലുള്ള പോക്ക് കൊടുക്കാണെന്നുള്ളത് ഇന്ന് ഞാൻ തെളിയിച്ചു. മുമ്പ് കൂടെ പോകണ്ട. അഥവാ കണ്ടാലോ എനിക്ക് കൂടെ പോകണ്ടായാലും. എവിടേക്കാണ് ഈ ആഴ്ചയിൽ എന്നുള്ള പോക്ക് എന്നുള്ളത് ഇന്ന് ഞാൻ മനസ്സിലാക്കും.
റോഡുമ്മക്ക് ഇറങ്ങണുണ്ട്. അപ്പൊ ഇതിനാണ് ഒന്നും ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി പോകണത്. ആഴ്ചയില് എറിഞ്ഞുങ്ങാണ്ട് ബാങ്കൊക്കെ ഞാൻ കാണിച്ചെടുക്കും. ഇക്കാക്ക് വിളിച്ചിട്ടെ. ആ ഹലോ ഇക്ക. അതെ, ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞില്ലേ ഉമ്മാക്ക് എന്തോ ഒരു ഇതുണ്ട് എന്നുള്ളത്. നല്ല കള്ളത്തരുണ്ട് കേട്ടോ. ഞാൻ ഒക്കെ ഒന്ന് കയ്യോടെ പൊക്കിയിരിക്കണം. ഒക്കെ എന്റെ ഫുള്ള് തെളിവ് എന്റെ ഫോണിലുണ്ട്. നിങ്ങളെ വേഗം പേരി. ഞാൻ ഇപ്പൊ വീട്ടിലെത്തീന്. വേഗം പേരിട്ടോ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ല. വന്നിട്ട് ഞാൻ ഫുള്ള് പറഞ്ഞുതരാം. ഇന്ന് ഞാൻ ഫുള്ള് തെളിയിക്കും. ഇന്നാണെങ്കിൽ നേരം വൈകും ചെയ്ത്. അല്ലെങ്കിലേ ആ പൂവിക്ക് ഇപ്പൊ ഒരു സംശയാണ് എന്നെ. പൂവിയേ പൂവിയേ എത്താത്തത് കഥ. വാതിലൊന്നും അടിച്ചിട്ടില്ല റബ്ബേ. ഈ പൂവി എത്തില്ലിട്ടാണ് ഈ കാട്ടി കുത്തിരിക്കണത്. ആരെങ്കിലും കടന്നുകൂടിയാൽ അറിയില്ല. പൂവിയേ പൂവിയേ മങ്ങള് വന്നോ? എന്റെ പൂവിയേച്ച് വാതിലൊക്കെ തുറന്നിട്ടുങ്ങാണ്ടാ നിക്കണത്. എങ്ങനെ ഉണ്ടേനി? ബാങ്കിന്റെ തിരക്കൊക്കെ ഉണ്ടേനിയോ? പൂവിയെ പറയണ്ട, എന്തോ ഒരു തിരക്കേനി അറിയോ. പെരും തിരക്കേനി ബാങ്കില്. അതാണ് ഇത്രയും നേരം വൈകി. അല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ തന്നെ എത്തീനി. അങ്ങോട്ട് ക്ഷീണിച്ചിക്കണില്ലേ ബാങ്ക് പോയിട്ട്? അല്ല, കുഞ്ഞുട്ടി എപ്പോഴാ വന്നത്? എന്നാ എനിക്ക് പണിയില്ലേനോ? ഉച്ചക്കാണ് നിർത്തി പോന്നു. ഞങ്ങൾക്ക് കുറച്ച് കാര്യം പറയണ്ട മങ്ങളടുത്ത്. മങ്ങൾ ഇനി ഒരു കാര്യം ഒളിച്ചെക്കാൻ നോക്കണ്ട. എല്ലാ കാര്യം ഇപ്പൊ ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ പോന്ന ബാക്കിൽ തന്നെ എന്തായാലും ഞാനും പോന്നു. നിങ്ങൾ പോയതും കാട്ടിയതും ഒക്കെ ഞാൻ ഈ ഫോണിൽ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. ഇക്കാക്കും ഞാൻ കാണിച്ചെടുത്ത്. നിങ്ങൾ ഇനി ഒരു കാര്യം പറയണ്ടുള്ളൂ. ഇത് ആരാണ്, എന്താ നിങ്ങൾ ഉദ്ദേശം എന്നുള്ളതെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തായാലും ഇങ്ങനെ കരുതിയിട്ടില്ലേ നിമ്മ? ഞാൻ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങള്. ഇച്ചിപ്പ അറിയില്ലേനി എന്റെ മക്കൾ ഇത്രയൊക്കെ വളർന്നിക്കണു എന്നുള്ളത്. അപ്പൊ ഞങ്ങളിപ്പോ കണ്ടുപിടിച്ചതല്ലേ പ്രശ്നം. നിങ്ങൾ ചെയ്യണൊക്കെ നല്ല കാര്യാണല്ലോ. അല്ല, ഏതായാലും കുട്ടികൾ ഇതൊക്കെ അറിഞ്ഞ സ്ഥിതിക്കേ ഞാൻ എന്താ കാര്യം എന്ന് വെച്ചാ പറയാ. ഈ കത്ത് എന്റെ വാപ്പ മരിച്ചതിന്റെ മുമ്പ് എനിക്ക് തന്നതാ. പണ്ട് ചെറുപ്പത്തില് ഒരു മജീദാക്കാൻ ഓർമ്മയുണ്ടോ? എന്റെ വാപ്പാന്റെ ഒരു ചെങ്ങായിലെ. എനിക്ക് ഓർമ്മയുണ്ട്. പണ്ട് വീട്ടിലൊക്കെ വരലുണ്ടേനി. ഞാനേ ഓള് വീഡിയോ എടുത്തു കാട്ടിന്നൊക്കെ പറഞ്ഞില്ലേ, അതാരാ അറിയോ? ആ മജീദാക്കാനാണ്. ആ മനുഷ്യന് ഓരോ കുടുംബത്തിനും സഹായിച്ചാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് ഈ ആഴ്ചയിൽ പോകുന്നത്. ഈ കത്തിൽ എഴുതിയിരിക്കണ എന്താണെന്ന് വെച്ചാല് നജ്ജുമാണെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്ക്. അതിൽ പറയുന്നത് എന്താ അറിയോ? അതിന്റെ ചെറുപ്പത്തിലേ വാപ്പ ഒരു കച്ചവടം കാര്യമൊക്കെ ചെയ്തുകൊണ്ട് വലിയൊരു കടം വന്നി. ആ കടത്തിന് ആ മനുഷ്യന്റെ വീട് പണയം വെച്ചാണ്ടാണ് കൊറേ കടം വീട്ടാനും കാട്ടാനൊക്കെ തന്നിക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്താ കിഡ്നിക്ക് സുഖമില്ലാതെ ഇങ്ങനെയൊക്കെ ഇങ്ങാണ്ട് കിടക്കാണ്. അപ്പൊ എന്റെ വാപ്പാന്റെ മരിച്ചതിന് മുമ്പുള്ള വസിയത്താണ് എന്നോട് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. വാപ്പ മരിച്ചാലും ആ കുടുംബത്തിനെ ഞാൻ കൈവിടരുത് എന്നുള്ളത്. ഞാൻ ആഴ്ചയിൽ പോകണ ഇങ്ങനെ ചോദിച്ചു നടക്കുന്നുണ്ടല്ലോ, അത് എന്താ അറിയോ നിങ്ങൾക്കൊക്കെ? ഓലെ വീട്ടിക്ക് കുറച്ച് സാധനം വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാ. അത്രയും മോശമാണോ അവസ്ഥ. അപ്പൊ ഞാൻ എന്തെങ്കിലും എനിക്ക് ഈ പെൻഷൻ കിട്ടണീന്നോ ഇങ്ങനെ കുറച്ച് തരണീന്നോ അങ്ങനെ കാച്ചിങ്ങാണ്ട് ഞാൻ വാങ്ങിങ്ങാണ്ട് കൊടുക്കും. എന്റെ മനസ്സിൽ എന്റെ കുട്ടികളൊന്നും ഇതറിയരുതെന്നേ വാപ്പനോട് സ്വകാര്യമായിട്ട് പറഞ്ഞ കാര്യമാണ് മരിച്ചതിന്റെ മുമ്പ്. ആ വസിയത്ത് നിറവേറ്റാനാണ് ഞാൻ ഈ പോകുന്നത്. അല്ലാതെ എന്റെ കുട്ടികളെ വിചാരിച്ച മരിക്കുള്ള വേറെ ഒരു കാര്യത്തിനും അല്ല. അത് മരിച്ചോളാം എന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ല അങ്ങനത്തെ ഒരു ഓളങ്ങനൊക്കെ വന്ന് പറഞ്ഞപ്പോ ഞാനും അറിയാതെ വിശ്വസിച്ചു പുറത്തേരിമ്മ. ഇങ്ങനെയൊക്കെ കാര്യം നിനക്ക് അറിയില്ലേ? ഞാനാണ് ഇക്കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളെന്നും വ്യാഴ്ചയിൽ ഇങ്ങനെയുള്ള പോക്ക് എവിടുക്കാന്ന് അറിയാൻ വേണ്ടിട്ടല്ലോ പോന്നെ. എന്നോട് പുറത്തേരിമ്മ, എനിക്കറിയില്ലേനിമ്മ. അത് സാരല്ലേ കുട്ടിയെ, എന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ. സംശയമൊക്കെ എല്ലാവർക്കും വരും. ആ മനുഷ്യന്മാരായ അങ്ങനെ തന്നെ എല്ലാവർക്കും ഉണ്ടാവും സംശയവും കാര്യമൊക്കെ. പക്ഷെ സത്യം അറിയാതെ ആരും വിധിക്കാൻ പാടില്ല. താവിനെ സൂക്ഷിക്കണം.
ഇത് പറഞ്ഞിട്ട് ഞാനും കൂടി ഇമ്മാനെ സംശയിച്ചു. എനിക്കറിയില്ല. നീ നമ്മക്കും പോകണം ഉമ്മാന്റെ ഒപ്പം അവിടക്ക്. നമ്മളെ കൊണ്ട് കഴിയണത് നമ്മക്കും സഹായിക്കണം. എന്നാലേ ഇതിന് കുറച്ചോ നമുക്ക് പുറത്തിരുള്ളൂ. അല്ലാ, ഇത്രയും നല്ലൊരു കാര്യം ചെയ്യാൻ അമ്മ പോണത് എന്ന് അറിയില്ലല്ലോ. ഉമ്മാനാണല്ലോ ഞാൻ സംശയിച്ചത്.